കത്തിച്ചു തുടങ്ങി. എനിക്കും കത്തിക്കണം. എല്ലാ വീട്ടിലും കറക്കി അരിഞ്ഞും തുടങ്ങി. എനിക്കും അരിയണമെന്ന് ആഗ്രഹമുണ്ട്. വരണ്ടേ? നിങ്ങൾ ഉച്ച കഴിഞ്ഞ് വരാം എന്നിട്ട് വാങ്ങാന്നാണോ പറഞ്ഞേ? അപ്പൊ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോയതല്ലേ എന്റെ ബണ്ടു. ഇതെന്താ അച്ഛന്റെ കയ്യില്? അയ്യോ, അത് അച്ഛന്റെ കഷായം. എന്തിനാ എപ്പോഴും ചോദിക്കണേ? അല്ല, ഇത് എല്ലാ ദിവസവും എന്തിനാ കുടിക്കണ? മാസത്തിലൊരിക്കലും കുടിച്ചാ പോരെ? ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്ക്. എനിക്ക് മനസ്സിലാവണൊക്കെ ഉണ്ട് കേട്ടാ. ഏട്ടാ, അരി സാധനങ്ങളും മേടിക്കണമെന്ന്. അപ്പൊ എന്താ നീ ഇതുവരെ വാങ്ങിക്കാതെ ഈ അരി സാധനങ്ങളും? ഏട്ടൻ വന്നിട്ട് പോവാന്ന് പറഞ്ഞല്ലേ? ആര് പറഞ്ഞു? ഏട്ടൻ പറഞ്ഞു ഇവിടെ ഒരു സാധനം ഇല്ല. അരി മേടിക്കണം, പച്ചക്കറി മേടിക്കണം, പിന്നെ കണി വെക്കാനുള്ള സാധനങ്ങള്, ഫ്രൂട്ട്സ് മേടിക്കണം, പിന്നെ കണിക്കൊന്ന ഇവിടൊക്കെ ഞാൻ അന്വേഷിച്ച് കിട്ടിയില്ല. എവിടുന്നെങ്കിലും കൊണ്ടുവന്ന. എന്തൊരു കഷ്ടാണ്. വെറുതെ രാവിലെ മുതൽ ഇത്രയും നേരം ഇവിടെ കാത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ കടയിൽ പോയിട്ട് അത് വാങ്ങിച്ചാ പോരായിരുന്നു നിനക്ക്. എന്നാ പിന്നെ ഏട്ടനെ പറ്റില്ലെങ്കിൽ ഇവിടെ വിട്. നീ പോവോ? അയ്യോ, ഞാനാ അച്ഛന്റെ കൂടെ ഞാനേ കമ്പിത്തിരിയും പുത്തിരിയും കമ്പിത്തിരിയും പൂത്തിരിയും വേണ്ട. കമ്പിത്തിരിയൊക്കെ ഇവിടുന്ന് അടുത്തുള്ളവര് കത്തിക്കുന്നത് കണ്ടാ മതി. ഏട്ട ഒന്ന് പോയിട്ട് വായിട്ടാ അവളും വരും മേടിക്കാൻ. കമ്പിത്തിരി വേണ്ടാന്ന് പറഞ്ഞില്ലേ മോളെ? വേണ്ടാന്ന് വേണമെന്ന് പറഞ്ഞില്ലേ? എന്നാ എന്തൊക്കെ വേണ്ടി ചാതി എഴുതിണ്ടാക്കി ഇവിടെ കൊണ്ടോണോ? എഴുതിയിട്ടുണ്ടാ? എന്നാ എഴുതത് പോയിട്ട്. എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ സാധനങ്ങൾ അല്ലെങ്കിൽ വേണ്ട. ഒന്നുമില്ല, പുറത്തേക്ക് നോട്ടെ. ഇനി എപ്പ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിച്ചു വരാനാണ്? തുറക്കല്ലേ. ആ മോള് തുറക്ക്. ഞാൻ തുറക്കട്ടെ? ഇല്ല, മുണ്ട് വെക്ക്. തുറന്നു. ഞാൻ കണ്ടോ? കൈന്നിട്ട് കൊടുക്കട്ടെ മോളെ? രണ്ട് കൈയും നീട്ടി വാങ്ങിക്കട്ടാ. 10 രൂപ. ഒരു 100 രൂപ. ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കാനൊന്നും പാടില്ല കൈ നീട്ടം. അച്ഛന്റെ കാലത്തൊക്കെ 10 ഉറുപ്പ്യ കൊണ്ട് 25 പൈസ ആക്കി വെക്കും. കുറെ 25 പൈസ, എന്നിട്ട് അതിൽ 25 പൈസ തരൂ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് 10 രൂപയല്ല 100 രൂപ. പക്ഷെ എന്റെ അച്ഛൻ എനിക്ക് 300-400 ഒക്കെ തന്നോണ്ടിരുന്നേ. ഭയങ്കര അച്ഛനാ. 100 രൂപ 400 രൂപ അച്ഛൻ കയ്യില് സൂക്ഷിച്ചു വെച്ചോട്ടോ. അവനി മോളെ ഇവിടെ ആരും ഇല്ലേ വിശ്വമായിട്ട്? ആവണി കുട്ടിയെ സുന്ദരി കുട്ടി അയക്കണല്ലോ. ഇത് വിസ്കോടിയാ? മാലാക കുട്ടി അയക്കണോള്. ഇതെന്താ കണ്ണൊക്കെ നിറഞ്ഞിക്കണേ? കണ്ണ് ഉള്ളിയറിയല്ലോ. തുടച്ചിറപ്പ ഇങ്ങളോ? വിസുവിന് എന്തെങ്കിലും അടുക്കളയിലേക്ക് ഒന്ന് കേറണ്ടല്ലോ. വണ്ടിയോ സാറയക്കണം മോളെ. ഐശ്വര്യമായിട്ട് കൈ കൊണ്ട് കാണിക്ക്. മോദിക്കാന്റെ വക ബിസു കൈ നീട്ടോ. ഇതൊക്കെ നമ്മളൊരു സന്തോഷല്ലേ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു. അതെ, അവിടെ കുട്ടികൾക്ക് വിഷ്കൈ കൊടുക്കണ്ടേ? കൊടുക്കാലോ. ബിസു നീ രാത്രി വരല്ലേ? ഇഡലി സാമ്പാർ അല്ലോ വേണ്ട. അല്ല, ഞാൻ രാവിലെ പുട്ടും കടലയും കഴിച്ചു പോയിരുന്നു. നമുക്ക് ഉച്ചക്ക് സദ്യ കഴിക്കണം. പിന്നെന്താ? പായസം എന്താ ഉണ്ടാക്കണേ? അപ്പൊ പാൽപ്പായസം നമുക്ക് റാഹത്താണ്. അപ്പൊ ഞാൻ ഉച്ചക്കും ഇങ്ങോട്ട് വരാം. കുട്ടികളും കൂട്ടാ. ഇൻഷാല്ലാ. അല്ല, സത്യമായിട്ട് ആരൊക്കെ വരുന്നു നോക്കി. ഇനി അതിനൊന്നും കിട്ടൂല. അമ്മിനി വന്നുപോയി. വിഷുവല്ലേ? അതെ ഞാനും പറയണത്. ഹാപ്പി വിഷു.
ഇതെന്താ കൈ നീട്ടാ കൊടുത്ത് അപ്പൊ ഇനി മാമന്റെ കൈ നീട്ടം തരാൻ പോയാണ് ആമണിക്കുട്ടിക്ക് കൈ നീട്ടം തന്നില്ല. സിമന്റ് കടയിലേ ഇന്ന് പറ്റു തീർക്കാന്ന് പറഞ്ഞാണ്. ആ മണിക്കുട്ടിക്ക് മാമന്റെ വക കൈ നീട്ടം. 10 രൂപ. ഇത് അടുത്ത വിഷു വരെ സൂക്ഷിച്ചു വെച്ചേക്കണം കേട്ടോ, എന്നാലേ ഐശ്വര്യം ഉണ്ടാവും വീട്ടില്. അച്ഛാ 10 രൂപയുള്ളൂ. അത് കിട്ടിയത് ഭാഗ്യം. 10 രൂപയാണ്. സത്യം എന്താ കുളിക്കാൻ നിൽക്കണ തോർത്തെ മൂപ്പര് അടുക്കളയിൽ മണ്ടൂരെ സഹായിക്കേനേ ഉള്ളരിയേനേ. ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കിയെന്നല്ല, അരങ്ങത്തെ കാര്യങ്ങളൊക്കെ അരങ്ങത്തെ കാര്യങ്ങളൊക്കെ ആദ്യം നടക്കും, അടുക്കളയിലെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. എന്തൊക്കെ വിഷുവാണ്. ഇതൊന്നും മിണ്ടാണ്ട്, ഇത് എപ്പോഴെങ്കിലും അല്ലേ ഉള്ളൂ. ഇത് മണ്ടോദരി വർഷത്തിൽ ഒരിക്കലുള്ള വിഷു അല്ലേ? നിങ്ങൾക്ക് എന്നും വിഷുവല്ലേ? അങ്ങനെ നോക്ക്, ആ കുപ്പിയൊക്കെ ഒന്ന് മറച്ചു വെക്കണ്ട സുമേഷേട്ടാ. ആ ഫ്രിഡ്ജിന്റെ മുകളിൽ തണുത്തോണ്ടിരിക്കണ്ട എടുത്തു. ശരി ശരി ശരി. വെള്ളം അതൊക്കെ ഉണ്ണി പോയെടുക്കും. ഉണ്ണി പോയെടുക്കണം. വെള്ളം ഇങ്ങോട്ട് വാ. ഇന്നത്തോടെ ഈ കുടി നിർത്തിയില്ലെങ്കിൽ കത്ത് ഞാൻ പള്ളക്ക് കയറ്റും. കേട്ടല്ലോ? ഞാൻ വെള്ളം കുളത്ത് നിർത്തോളാം. വേണ്ട, അകത്ത് നിർത്താ മതി. ചേച്ചിയുടെ ഇഷ്ടം. എവിടുന്നാന്നും പറഞ്ഞാൽ എടുക്കാൻ പോണേ. മറിമായം